പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ രാമനവമി എത്തുകയാണ്. ആദ്യത്തെ രാമനവമിക്ക് ഒരുങ്ങുകയാണ് അയോധ്യ. രാംലല്ലയുടെ തിരുനെറ്റിയിൽ രാമനവമി ദിനത്തിൽ സൂര്യകിരണങ്ങൾ തിലകം ചാർത്തും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ശാസ്ത്രജ്ഞരും സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഒത്തുചേർന്നാണ് ഇതിനായി പ്രത്യേക സജ്ജീകരണം ഒരുക്കുന്നത്. ഓപ്റ്റോ മെക്കാനിക്കൽ സംവിധാനത്തിലൂടെ ഏപ്രിൽ 17 കൃത്യം 12 മണിക്ക് സൂര്യകിരണങ്ങൾ ശ്രീകോവിലെത്തും. ഇവിടെ കിരണങ്ങൾ കണ്ണാടിയിൽ നിന്ന് പ്രതിഫലിക്കുകയും 75 mm വലുപ്പമുള്ള വൃത്താകൃതിയിലുള്ള തിലകത്തിന്റെ രൂപത്തിൽ രാംലല്ലയുടെ നെറ്റിയിൽ 4 മിനിറ്റ് നേരം പതിക്കുകയും ചെയ്യും. ഇതിനായുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതാനും ദിവസം മുൻപ് ശ്രീകോവിലിന് തൊട്ടുമുകളിലുള്ള 3-ാം നിലയിൽ സ്ഥാപിച്ചിരുന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള ആരതിക്ക് ശേഷം ആദ്യ പരീക്ഷണത്തിൽ രാംലല്ലയുടെ ചുണ്ടിലും 2-ാം പരീക്ഷണത്തിൽ നെറ്റിയിലും സൂര്യകിരണങ്ങൾ പതിഞ്ഞിരുന്നു. അയോധ്യയിലുടനീളമുള്ള 100 LED സ്ക്രീനുകളിൽ ഇത് പ്രക്ഷേപണം ചെയ്യും. ഓരോ 19 വർഷത്തിലും സൗരചാന്ദ്ര മാസങ്ങളുടെ തീയതികൾ ഒരേ തീയതിയിൽ വരുന്നു. ഇത് വെച്ചാണ് രാംലല്ലയ്ക്കായി ഒരു ട്വിൽറ്റ് മെക്കാനിക് സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ണാടിയും ലെൻസും പെരിസ്കോപ്പിക്കായി ഘടിപ്പിച്ചിരിക്കുന്നു. സൂര്യരശ്മികൾ പതിക്കുന്ന ക്ഷേത്രത്തിന്റെ മുകളിലെ കണ്ണാടി രാമനവമി ദിനത്തിൽ കിരണങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ കറങ്ങി ശ്രീരാമന്റെ ശിരസിലെത്തും. രാമക്ഷേത്രത്തിന് സമാനമായ സൂര്യതിലക് സംവിധാനം ചില ജൈന ക്ഷേത്രങ്ങളിലും കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലും ഇതിനകം ഉപയോഗത്തിലുണ്ട്. എന്നാൽ അവർ വ്യത്യസ്ത തരം എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനമായതിനാൽ ചൈത്ര നവമി എന്നും രാമനവമി അറിയപ്പെടുന്നുണ്ട്. ഈ ദിവസം ഹിന്ദുമത വിശ്വാസികൾ ഉപവാസം അനുഷ്ഠിക്കുന്നു. അല്ലെങ്കിൽ നരകശിക്ഷ ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഈ ദിവസത്തിൽ ക്ഷേത്രങ്ങൾ ഭംഗിയായി അലങ്കരിക്കും. അമ്പലങ്ങളിൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കും. രാമന്റെയും സീതയുടെയും ചെറിയ മൂർത്തികൾ ഉപയോഗിച്ച് നടത്തുന്ന കല്യാണോത്സവം എന്ന ചടങ്ങ് വീടുകളിൽ നടത്തപ്പെടുന്നു. ശർക്കരയും കുരുമുളകും ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനകം എന്ന മധുരപാനീയവും രാമനവമി ദിവസമാണ് തയ്യാറാക്കുന്നത്. വൈകുന്നേരം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും ഉണ്ട്. രാമനവമി ദിവസം രാമനെ കൂടാതെ സീത, ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവരെയും ആരാധിക്കുന്നു. രാവിലെ സൂര്യവന്ദനത്തിൽ നിന്ന് വേണം ഈ ദിവസങ്ങൾ തുടങ്ങാൻ. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ തുടങ്ങിയവരെ ഈ ദിനങ്ങളിൽ ധ്യാനിക്കുന്നതും രാമായണവും മറ്റു വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഏറെ നല്ലതാണ്. ഭൂമിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തിന്മയെ ഒഴിവാക്കി ദൈവികമായ ശക്തി പ്രവേശിക്കുന്ന സമയമായതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലേക്ക് ഒഴുകുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ ദിനങ്ങളിൽ വ്രതശുദ്ധിയോടെ വേണം പ്രാർത്ഥനകൾ നടത്താൻ. ശ്രീരാമ സീത വിവാഹം നടന്ന ദിനമായിട്ടും ചിലയിടങ്ങളിൽ ഇതിനെ കാണുന്നു. അതിനാൽ തന്നെ വിവാഹവും അനുബന്ധ കാര്യങ്ങൾക്കും ഈ ദിനം ഉത്തമമാണെന്നും ഭാര്യ ഭർത്താക്കന്മാർ ഈ ദിനത്തിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുന്നത് ഐശ്വര്യദായകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.